തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ തിങ്കളാഴ്ച വോട്ടെടുപ്പ്. ഇന്ന് ഈ 7 ജില്ലകളിലെയും പരസ്യപ്രചാരണം 5 മണിക്ക് അവസാനിക്കും. വി മിനീഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്നും. മിനീഷ്, 7 ജില്ലകൾ വളരെ പ്രാധാന്യത്തോടുകൂടി മറ്റന്നാൾ വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ, ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ഈ 7 ജില്ലകൾ കടക്കുമ്പോൾ പരസ്യപ്രചാരണം 5 മണിക്ക് അവസാനിക്കുന്നു. ഏതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രചാരണ രംഗത്ത് വളരെ സജീവമായിരുന്നു ഒന്നാം ഘട്ടത്തിൽ? പ്രദീപ്, ഇതിൻ്റെ തുടക്കം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായി സാമുദായിക അടിസ്ഥാനത്തിൽ വാർഡുകൾ വെട്ടിമുറിച്ചുകൊണ്ടാണ് സർക്കാർ ആദ്യപ്പെട്ട ഈ ഇലക്ഷനെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. ഇത് കോടതിയിൽ നിന്നുള്ള രൂക്ഷമായ വിമർശനം വന്നു. ജനങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതികരണവും പ്രക്ഷോഭവും ഇതുമായി ബന്ധപ്പെട്ട് വന്നു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ ഏറ്റവും വലിയ ഒരു പ്രതികരണം ഇതായിരുന്നു. ആ കോടതിയിൽ നിന്നേറ്റ ആദ്യത്തെ ഒരു പ്രതികരണം തന്നെയാണ് LDF ആദ്യ വിജയമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. തുടർന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ബാർ കേസുമായി, ബാർ കോഴ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ നിർണായകമായ ചർച്ചകളിലൂടെയാണ് ഈ ദിവസവും ഈ മണിക്കൂറിൽ ഈ നിമിഷത്തിലും കടന്നു പോകുന്നത്. BJP വെള്ളാപ്പള്ളി കൂട്ടുകെട്ടുണ്ടാക്കിയ അസ്വാരസ്യങ്ങൾ BJPയുടെ കോട്ടയെ തന്നെ തകർത്ത ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ ചെന്നുപോയി. ശക്തമായ പ്രതികരണവും പ്രക്ഷോഭവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉണ്ടായത്. ഒരു പക്ഷേ BJPക്ക് അവരുടെ ഉത്തരം മുട്ടിപ്പോകുന്ന പല ഘട്ടങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ആ സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ബീഫ് രാഷ്ട്രീയത്തിൽ ഉപരിയായി തന്നെ സാഹിത്യകാരന്മാർക്ക്, എഴുത്തുകാർക്കെതിരെയുള്ള സംഘപരിവാർ ശക്തികളുടെ കടന്നുകയറ്റം, അരുംകൊലകൾ, ഇതൊക്കെ തന്നെ വളരെ സജീവമായ ചർച്ച. ഒരു പക്ഷേ നോർത്തേൺ മേഖലയിലാണ് ഈ സംഭവങ്ങൾ നടന്നെങ്കിൽ പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ മുഖ്യമായ വിഷയങ്ങൾ തന്നെയാണ് ഇത് പ്രചരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നതെന്ന് നമുക്ക് മിനീഷ് കുമാർ, ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വളരെ സജീവമായി നിലനിൽക്കുമ്പോൾ തന്നെ തെക്കൻ കേരളത്തിലെ വിശേഷങ്ങളുമായി, പരസ്യപ്രചാരണം അവസാനിക്കുന്ന അവസാന മിനിറ്റുകളുടെ വിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സുനിൽ അരിമാനൂർ. സുനിൽ, ഇപ്പോൾ ഏതു തരത്തിലാണ് പരസ്യപ്രചാരണം അതിൻ്റെ അവസാന മിനിറ്റുകളിലൂടെ കടന്നു പോകുന്നത്? എത്രമാത്രം ആവേശവും വ്യത്യസ്തവുമാണ് പ്രചാരണ രംഗം? സുനിൽ, വളരെ വ്യത്യസ്തമായ പ്രചരണ രീതികളാണ് ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്കും വളരെ വ്യത്യസ്തമായ പ്രചരണ രീതികൾ പോയ ദിവസങ്ങളിലൊക്കെയും. ഇന്ന് പരസ്യപ്രചാരണത്തിന്റെ അവസാന മിനിറ്റുകളിൽ എത്രമാത്രം ആവേശമാണ് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുക? 7 ജില്ലകളിലാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, അതോടൊപ്പം തന്നെ ഇടുക്കി, വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ഇവിടങ്ങളിലെ പരസ്യപ്രചാരണമാണ് 5 മണിക്ക് അവസാനിക്കുക. പാരമ്പര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് പേരൂർക്കടയിൽ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കട്ടിക്കൊള്ള അതിൻ്റെ ആ ഒരു ആവേശത്തിലേക്ക് പോകാൻ വേണ്ടി ഇനി അരമണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരസ്യ പ്രചരണത്തിലാണ് സമാപനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മേഖലയിൽ നിന്നും കൂടുതൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ വിവിധ വാദ്യമേളങ്ങളും അവരുടെ ആ ഒരു ആഘോഷം പാരമ്യതയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ കാഴ്ചയായി പറയുന്നുണ്ട്. എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഓരോ മേഖലയിലുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെ പ്രവർത്തകരോടൊപ്പം അണിചേർന്നുകൊണ്ട് വോട്ടർമാർക്കിടയിലൂടെ ഇപ്പോൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയുണ്ട്. നേതാക്കന്മാർ ഈ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോ സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണ വാഹനങ്ങൾ, നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പേരൂർക്കട ജംഗ്ഷനിലേക്ക് ഇപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം തിരുവനന്തപുരം ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനിൽ 100 വാർഡുകളുള്ള കോർപ്പറേഷനിലാണ് ആവേശകരമായിട്ടുള്ള കൊട്ടിക്കലാശം ഇപ്പോൾ പേരൂർക്കട ജംഗ്ഷനിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് മേഖലകളിൽ നഗരസഭകൾ കേന്ദ്രീകരിച്ച്, പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഒക്കെ വളരെ ആവേശമായിട്ടുള്ള ഒരു കൊട്ടിക്കലാശത്തിന് തന്നെയാണ് വേദിയാകുന്നത്. വനിതാ സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും BJPയുടെയും ഒക്കെ സ്ഥാനാർത്ഥികൾ ഇവിടെയുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലൂടെയും വോട്ടർമാർക്കിടയിലൂടെയും ഒക്കെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയും ഈ ഒരു ആവേശം ഇതിൻ്റെ ഭാഗമായി പ്രേക്ഷകർക്ക് പകർന്നു നൽകാനായാണ് നമ്മൾ തന്നെ ഇവിടെ സജ്ജമായിരിക്കുന്നത്. ഒരു കാര്യം, പല സാഹചര്യങ്ങളിലും ചെറിയ തോതിലുള്ള ഒരു ഉന്തും തള്ളലിൻ്റെയും ഒക്കെ വഴി പല മേഖലകളിലും ഉണ്ടായെങ്കിലും പോലീസിന്റെ ഇടപെടൽ കൊണ്ട് ഇപ്പോൾ ഇതുവരെയുള്ള സമയമനുസരിച്ച് പ്രവർത്തകരെയൊക്കെ അവരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി അവരെ നിയന്ത്രിച്ച് നിർത്തുന്നു എന്നുള്ളത് ഈ ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശം അതിൻ്റെ പാരമ്യതയിലേക്ക് പോകുന്നതിന് സഹായമായി. മറ്റൊരു കാര്യം പ്രധാനമായി പറയേണ്ടത് മഴ തന്നെയാണ്. മഴ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു കുട്ടിക്കലാശത്തിന് ആവേശം പകരാൻ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ ഉച്ചയ്ക്ക്
മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അതിനനുസരിച്ചുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കാരണം മഴ വരുമ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം നടക്കുമോ എന്നത് സംബന്ധിച്ചുള്ള ആശങ്കയാണ് അവർ പ്രകടമാക്കിയത്. പക്ഷേ ആ ആശങ്കയ്ക്കൊക്കെ വിരാമമിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ ആവേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മേഖലയിലെയും സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഗജവീരനെ ഇറക്കിക്കൊണ്ട് തന്നെയാണ് ഈ പ്രചരണം കൊഴിപ്പിക്കാനെത്തിയത്. ഇനി ഇതിനുശേഷം ഉള്ള മണിക്കൂറുകൾ അവരുടെ നിർണായകമായിട്ടുള്ള വോട്ടുകൾ, അടിയൊഴുക്കുകൾ, മറ്റ് തന്ത്രങ്ങൾ മെനയിൽ വോട്ട് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി വീട് വീടാന്തരം കയറിയുള്ള ആവർത്തിച്ചുള്ള പ്രകടന ശൈലികൾ നടത്തിക്കൊണ്ടാണ് ഇനി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുക. ഇനി അരമണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. അതിനുശേഷം ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർ തന്നെ കൃത്യമായി ഈ കൊട്ടിക്കലാശം അവസാനിപ്പിക്കുന്നതായി പറയും. അത് കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രവർത്തകരൊക്കെ അവരുടെ സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ പിരിഞ്ഞുപോയി വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് വിരാമമിട്ടുകൊണ്ടുള്ള മറ്റ് പ്രചാരണ തന്ത്രങ്ങളിൽ രൂപം കൊടുക്കുന്നതിനും പ്രചാരണ വഴികളിലേക്ക് പോകുന്നതിനും മുന്നോട്ട് നീങ്ങും എന്നുള്ളതാണ്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് തിങ്കളാഴ്ച. പരസ്യപ്രചാരണം ഇന്ന് 5 മണിക്ക് അവസാനിക്കും. ഓരോയിടത്തും ആവേശോജ്വല രീതിയിൽ പ്രവർത്തകരും മുന്നണികളും സ്ഥാനാർത്ഥികളും പരസ്യപ്രചാരണ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്നു. ഓരോയിടത്തെയും വിശേഷങ്ങൾ, അതത് പ്രദേശത്തെ ആവേശം അതത് റിപ്പോർട്ടർമാർ പങ്കുവയ്ക്കും. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ജിതിൻ ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും. ജിതിൻ, പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം. അത് 5 മണിക്ക് ശേഷം നിശബ്ദ പ്രചാരണമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരസ്യപ്രചാരണം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചും ശേഷം നിശബ്ദ പ്രചാരണ ദിവസം സംബന്ധിച്ചും എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? എത്രമാത്രം ശക്തമായ നിരീക്ഷണവും അതോടൊപ്പം സംവിധാനങ്ങളുമാണ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്? പ്രദീപ്, ഒന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യപ്രചരണമാണ് ഇന്ന് 5 മണിയോടുകൂടി അവസാനിക്കുന്നത്. 5 മണിക്ക് തന്നെ തീർച്ചയായും എന്ത് വിലകൊടുത്തും 5 മണിക്ക് തന്നെ പരസ്യപ്രചരണങ്ങൾ, ശബ്ദപ്രചരണം എല്ലായിടത്തും നിർത്തണമെന്ന കർശന നിർദ്ദേശമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശശിധരൻ നായർ നൽകിയിട്ടുള്ളത്. ഇത് എല്ലാ വരണാധികാരികൾക്കും പ്രൊസീഡിംഗ് ഓഫീസർമാർക്കും അതത് സ്ഥലങ്ങളുടെ ചുമതലയുള്ളവർക്കും ഇത് സംബന്ധിച്ചുള്ള കർശന നിർദ്ദേശങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. 5 മണിയോടുകൂടി തന്നെ എല്ലായിടത്തെയും പരസ്യപ്രചരണം, ശബ്ദപ്രചരണം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം നിശബ്ദ പ്രചരണം മാത്രമായിരിക്കും നടക്കുക. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നിശബ്ദ പ്രചരണം സംബന്ധിച്ച് ഒട്ടേറെ പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നിശബ്ദ പ്രചരണം സംബന്ധിച്ചുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത്തവണയും പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് പതിവായി ഉയർന്നൊരു പരാതി സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും പാർട്ടികളെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ലഘുലേഖകൾ നിശബ്ദ പ്രചരണ സമയത്ത് വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നു എന്നൊരു പരാതിയാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മുന്നിൽ എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകുന്നു. ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ഉയരുകയാണെങ്കിൽ അത് കൃത്യമായും റിപ്പോർട്ട് ചെയ്യപ്പെടണമെന്നും വരണാധികാരികൾക്കും പ്രൊസീഡിംഗ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ചില ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് ദേശീയ നേതാക്കളും മറ്റ് പ്രമുഖ നേതാക്കന്മാരും എത്തുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി മൈക്ക് ഉപയോഗിച്ചേക്കും, അല്ലെങ്കിൽ മൈക്ക് ഉപയോഗിച്ചുള്ള പ്രസംഗങ്ങളും പ്രചരണങ്ങളും അവർ നടത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളും ഒഴിവാക്കണമെന്നുള്ള കർശന നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകിയിട്ടുണ്ട്. ശബ്ദപ്രചരണം അവസാനിക്കുന്ന ഇന്ന് 5 മണിയോടുകൂടി തന്നെ തീർച്ചയായും പൂർണ്ണമായും ശബ്ദപ്രചരണം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് പോലീസ് സംവിധാനം ഉപയോഗിച്ചും മറ്റും കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളും വോട്ടുപിടുത്തം, പണം വാഗ്ദാനം ചെയ്തുള്ള വോട്ടുപിടുത്തം, അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ലഘുലേഖകളുടെ വിതരണം തടയുന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ശബ്ദ പ്രചരണത്തിനാണ് ഇന്ന് 5 മണിയോടുകൂടി അവസാനമാകുന്നത്. ഒപ്പം തുടർന്ന് നിശബ്ദ പ്രചരണം ആരംഭിച്ചാൽ മറ്റന്നാൾ തിങ്കളാഴ്ചയോടുകൂടി 7 ജില്ലകളിൽ വിധിയെഴുത്ത് നടക്കുകയാണ്. 1,11,11,006 വോട്ടർമാരാണ് തിങ്കളാഴ്ച തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാനിരിക്കുന്നത്. അന്ന്
31,161 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ തങ്ങളുടെ വിധി കാത്തിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായാണ് ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശശിധരൻ നായർ അറിയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന പോളിംഗ് ബൂത്തുകളിൽ 1,102 അതീവ പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ളത് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. 643 പ്രശ്നബാധിത ബൂത്തുകളാണ് കണ്ണൂരിലുള്ളത്. അത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 173 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. കൊല്ലത്ത് 124 പ്രശ്നബാധിത ബൂത്തുകളും കോഴിക്കോട് 51 പ്രശ്നബാധിത ബൂത്തുകളുമാണുള്ളത്. കാസർഗോഡും 51 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. വയനാടിൽ പ്രശ്നബാധിത ബൂത്തുകൾ ഒന്നും തന്നെയില്ല. ഈ പ്രശ്നബാധിത ബൂത്തുകളിലെല്ലാം തന്നെ അതീവ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന പോലീസ് ഇതിനായി വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാനായി 4 കമ്പനി കർണാടക പോലീസിനെയും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രശ്നബാധിത ബൂത്തുകളിൽ കഴിയുന്ന ഇടങ്ങളിൽ 1,118 ഇടങ്ങളിലാണ് വെബ്കാസ്റ്റിങ്ങിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെബ്കാസ്റ്റിംഗ് വഴി തത്സമയം അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കഴിയും. വെബ്കാസ്റ്റിംഗ് ഇല്ലാത്ത പോളിംഗ് ബൂത്തുകളിൽ വീഡിയോഗ്രാഫിക്കുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പ്രശ്നബാധിത ബൂത്തുകളിലെല്ലാം തന്നെ അതീവ സുരക്ഷയാണ് എല്ലാ തരത്തിലും ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നാളെ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കാര്യത്തിൽ തലസ്ഥാന ജില്ലയിൽ ഇത്തവണ മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തതയുണ്ട്. സാധാരണ ഒരു കേന്ദ്രത്തിൽ നിന്നും പോളിംഗ് സാമഗ്രികൾ പോളിംഗ് പ്രിസൈഡിംഗ് ഓഫീസർമാർ ആ കേന്ദ്രങ്ങളിലേക്ക് ഒറ്റ കേന്ദ്രത്തിലേക്ക് എത്തി അവിടെ നിന്നും പോളിംഗ് സാമഗ്രികൾ വാങ്ങിക്കൊണ്ട് മടങ്ങുന്ന രീതിയായിരുന്നു എല്ലാ ജില്ലകളും നടക്കുന്നത്. എന്നാൽ തലസ്ഥാന ജില്ലയിൽ മറിച്ച് പോളിംഗ് ബൂത്തുകളിലേക്ക് പോളിംഗ് സാമഗ്രികൾ എത്തിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇത്തവണ ചെയ്തിട്ടുള്ളത്. അത് തലസ്ഥാനത്ത് മാത്രമാണുള്ളത്. ആദ്യമായാണ് ഇത്തരത്തിലൊരു സംവിധാനവും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ വളരെ നേരത്തെ പോളിംഗ് ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തണമെന്നില്ല. മറിച്ച് ഉച്ചയോടുകൂടി അവിടെ ഒരു കേന്ദ്രത്തിൽ നിന്നും പോളിംഗ് സാമഗ്രികൾ അതത് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങളാണ് തിരുവനന്തപുരത്ത് നടത്തിയിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിൽ വോട്ടെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുമ്പോൾ തന്നെ പരസ്യ പ്രചാരണം അതിന്റെ അവസാന മിനിറ്റുകളിലൂടെ കടന്നുപോകുന്നു. മലബാറിലെ വിശേഷങ്ങളുമായി സിജു കണ്ണൻ കോഴിക്കോട് നിന്നും. സിജു, ഇനി കഷ്ടിച്ച് 4:40 അവസാന മിനിറ്റുകളാണ്. എത്രമാത്രം ആവേശത്തിലാണ് പരസ്യപ്രചാരണത്തിന്റെ അവസാന മുഹൂർത്തം? പ്രദീപ്, പരസ്യപ്രചാരണത്തിന് ഇനി ഏതാണ്ട് 20 മിനിറ്റുകൾ മാത്രം അവശേഷിക്കുമ്പോൾ കഴിഞ്ഞ 3 ആഴ്ചക്കാലം നടത്തിയ പ്രചരണത്തിന്റെ ഒരു കൊട്ടിക്കലാശം വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. LDF-ഉം അതോടൊപ്പം തന്നെ UDF-ഉം BJP ഉൾപ്പെടെയുള്ള മറ്റ് ചെറിയ പാർട്ടികളുമെല്ലാം പ്രചാരണ രംഗത്ത് വളരെ സജീവമായി തന്നെയുണ്ട്. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ആരംഭിച്ച പ്രചാരണ പ്രവർത്തനങ്ങൾ, കുടുംബയോഗങ്ങളും അതോടൊപ്പം തന്നെ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ വോട്ടർമാരെ നേരിട്ട് കണ്ടുമുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം പരസ്യ പ്രചാരണത്തിനുള്ള ഒരു സമാപനമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. 20 മിനിറ്റുകൾ അവശേഷിക്കുമ്പോൾ വോട്ടർമാർക്കിടയിൽ കൃത്യമായ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി വോട്ടർമാരുടെ മനസ്സിലേക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ ചിഹ്നവും തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളുമെല്ലാം വോട്ടർമാർക്കിടയിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ വ്യക്തമായ ആസൂത്രണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇരു മുന്നണികളും മറ്റു പാർട്ടികളുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ കേരളത്തിന് ഏറ്റവും അറ്റത്ത് കിടക്കുന്ന 4 ജില്ലകളിലാണ് ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നത്. ഈ 4 ജില്ലകളും വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ജില്ലകളാണ്. കാരണം കൃത്യമായും ഓരോ പാർട്ടികൾക്കും അവരവരുടേതായ രീതിയിലുള്ള കൃത്യമായ വോട്ട് ബാങ്കുകളുള്ള 4 ജില്ലകളാണ് ഈ വടക്കൻ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിന് ശേഷം മുതൽ തന്നെ പ്രാദേശിക വികസന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളും ഭരണവിരുദ്ധ വികാരവും ജനദ്രോഹ നയങ്ങളും എല്ലാ രീതിയിലുള്ള ചർച്ചകളും ഉയർത്തിക്കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ദേശീയ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയവും എല്ലാം വളരെ വലിയ രീതിയിൽ മലബാറിലെ ഈ 4 ജില്ലകളിലും ചർച്ച ചെയ്യപ്പെട്ടു എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ബീഫ് വിവാദം ഉൾപ്പെടെ കേരള ഹൗസിലെ ബീഫ് റൈഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ച നടന്നു. അതോടൊപ്പം തന്നെ ഫാസിസ്റ്റ് കടന്നുകയറ്റം, ദേശീയ തലത്തിലുള്ള ഫാസിസ്റ്റ് കടന്നുകയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിട്ട് കൂടി മലബാറിലെ ഈ ജില്ലകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും അവസാനം ഉയർന്നു വന്ന ബാർക്കോഴ കേസും ഇന്ന് ഏറ്റവും അവസാനം തുടരന്വേഷണം പ്രഖ്യാപിച്ച ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇരു മുന്നണികൾക്കും സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ അവസാന കൊട്ടിക്കലാശത്തിൽ എത്തി നിൽക്കുമ്പോൾ ആദ്യഘട്ട പ്രചരണത്തിൽ ഓരോ മേഖലയിലും പാർട്ടികളും അതോടൊപ്പം
അതോടൊപ്പം തന്നെ മുന്നണികളും നേടിയെടുത്ത മേൽക്കൈ നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ ശക്തി കഴിയുന്ന വിധത്തിൽ പ്രകടിപ്പിക്കുക. ആ രീതിയിൽ പോളിംഗിന് ഏതാണ്ട് 24 മണിക്കൂറോളം മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായും തങ്ങളുടെ ശക്തിയും സ്വാധീന മേഖലകളിലുള്ള പ്രവർത്തനവും കൂടുതൽ നടത്തിക്കൊണ്ട് തന്നെ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ മുന്നണിയും അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികളും നടത്തുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ ആവേശകരമായ കാഴ്ചകളാണ് മലബാറിലെ 4 ജില്ലകളിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. കോഴിക്കോട് നഗരത്തിന് ഉൾപ്പെടെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രത്യേകതയുണ്ട്. കൃത്യമായും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. കാരണം മറ്റു വിവിധ കക്ഷികളിലുള്ളവരും അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികളും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ നഗരത്തിലെ ഗതാഗതത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ അതിനുമപ്പുറം വലിയ സംഘർഷ സാധ്യതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് കോഴിക്കോട് നടന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കൃത്യമായി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ കൊട്ടിക്കലാശം കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. അതിന് പകരം പ്രാദേശികമായി ഇപ്പോൾ പഞ്ചായത്ത് മേഖലകളാണെങ്കിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ മേഖലകളിലാണെങ്കിൽ വാർഡുകളിലും അവരവരുടെ ഡിവിഷനുകളിലും കൃത്യമായും ആ മേഖലകളിൽ മാത്രം പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന രീതിയിലായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. അതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇരു മുന്നണികളും അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വം ഉൾപ്പെടെയുള്ളവർ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിനുമപ്പുറം നടന്നത് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റോഡ് ഷോകളായിരുന്നു. അതോടൊപ്പം സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റോഡ് ഷോ ആയിരുന്നു. LDFിൻ്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു. കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് എലത്തൂർ വരെയായിരുന്നു ആ റോഡ് ഷോയിൽ എളമരം കരീം MLAയും പ്രദീപ് കുമാർ MLAയും കോഴിക്കോട് കോർപ്പറേഷന്റെ മുൻ മേയർ AK പ്രേമജവും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള റോഡ് ഷോയാണ് ഉണ്ടായിരുന്നത്. കാസർഗോഡ്, കണ്ണൂർ അതോടൊപ്പം തന്നെ വയനാട് ജില്ലകളിലും ഇത്തരത്തിലുള്ള റോഡ് ഷോകൾ വലിയ രീതിയിൽ നടന്നു. ഏതായാലും അവസാന മണിക്കൂറുകളാണ് പോളിംഗിന് ത്രിതല പഞ്ചായത്തിലെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ ഈ പരസ്യ പ്രചാരണത്തിന് അല്പസമയങ്ങൾക്കകം സമാപനമാവും. അതിനുശേഷമാണ് വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകൾ കടന്നു വരുന്നത്. പരസ്യ പ്രചാരണത്തിന് ശേഷം കൃത്യമായും തങ്ങളുടെ ഓരോ പാർട്ടികളും അവരവരുടെ വോട്ട് ബാങ്കുകൾ കൃത്യമായി നിലനിർത്തുന്നതിനും അടിയൊഴുക്കുകൾ ഇല്ലാതിരിക്കുകയും ആ രീതിയിൽ കൃത്യമായും വോട്ടിന്റെ കണക്കുകൂട്ടലും എല്ലാം നടത്തിക്കൊണ്ട് തങ്ങളുടെ മേഖലകളിൽ കൂടുതൽ വിജയം ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ വരുന്ന 24 മണിക്കൂറിനകത്ത് നടക്കും. അതിനുശേഷമായിരിക്കും വളരെ നിർണായകമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നടക്കുന്നത്. വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രാധാന്യവും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ രീതിയിൽ തന്നെയാണ് LDFും UDFും അതോടൊപ്പം BJPയും മറ്റ് പാർട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ തിരഞ്ഞെടുപ്പിനെ പരിഗണിച്ചത്. അതിനുമപ്പുറം കാണേണ്ട വലിയ വസ്തുത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സെമി ഫൈനൽ പോരാട്ടം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് അത്രത്തോളം ഗൗരവത്തിൽ ഈ തിരഞ്ഞെടുപ്പിനെ ഇരു മുന്നണികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കാണുന്നു. ആ രീതിയിൽ കൃത്യമായും അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് വോട്ടർമാർക്കിടയിലേക്ക് കൃത്യമായും തങ്ങളുടെ മുദ്രാവാക്യങ്ങളും തങ്ങൾ ഉയർത്തുന്ന ആശയങ്ങളും തങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളുമെല്ലാം കൃത്യമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ആസൂത്രണം നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇരു മുന്നണികളും മറ്റ് പാർട്ടികളും നേരിടുന്നത്. LDF വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട് ഭരണം കേരളത്തിൽ UDF സർക്കാർ ഉള്ള സാഹചര്യത്തിൽ ആ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ കേന്ദ്രഭരണം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ BJP വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയും ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നു. തങ്ങളുടെ മേഖലകളിൽ തങ്ങൾക്ക് കഴിവ് തെളിയിക്കാം എന്ന രീതിയിൽ മറ്റ് ചെറിയ കക്ഷികളും ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആവേശകരമായ കാഴ്ചകളാണ് മലബാറിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രദീപ്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് തിങ്കളാഴ്ച. അതിൻ്റെ പരസ്യ പ്രചാരണം 5 മണിക്ക് അവസാനിക്കും. ജിതിൻ ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും. ജിതിൻ, നേരത്തെ മലബാറിൽ മൊത്തത്തിൽ 4 ജില്ലകളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞ എല്ലാ വിഷയങ്ങളും വളരെ സജീവമായി പ്രചരണ രംഗത്തുണ്ടായിരുന്നു. ഇത്തരം വിഷയങ്ങൾ മധ്യ കേരളത്തിലായി കഴിഞ്ഞാലും തെക്കൻ കേരളത്തിലായി കഴിഞ്ഞാലും ഈ 7 ജില്ലകളിൽ എത്രമാത്രം സജീവമായിരുന്നു? അതൊക്കെയും പ്രചാരണ രംഗത്ത് ഊട്ടി ഉറപ്പിക്കാൻ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും എത്രമാത്രം സാധിച്ചു?
പ്രദീപ്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ വിഷയങ്ങൾ മാറി മറിഞ്ഞ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. പ്രാദേശിക വിഷയങ്ങളോളം തന്നെ മറ്റു വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. നമുക്കറിയാം, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വാർഡ് വിഭജനം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും വാർഡ് വിഭജനം സംബന്ധിച്ച വ്യാപകമായ വിമർശനങ്ങൾ ഉയരുകയും തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ വൈകുന്ന ഒരു സാഹചര്യവും സംസ്ഥാനത്തുണ്ടായി. ഇക്കാര്യങ്ങൾ ചർച്ചയായതിനു പിന്നാലെയാണ് വൈകിയ വേളയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ 1ാം ഘട്ടവും പിന്നീട് വ്യാഴാഴ്ച 2ാം ഘട്ടവും നടക്കാനിരിക്കുന്നത്. ഇത് സംബന്ധിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശശിധരൻ നായർ തന്നെ ഇന്ന് പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് നേരത്തെ നടക്കേണ്ടതായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. നാളെ കൃത്യസമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നാളെ പുതിയ ഭരണസമിതികൾ സ്ഥാനമേൽക്കേണ്ടിയിരുന്നു. ഇത് വൈകി എന്നത് സത്യം തന്നെയാണ് എന്ന് ഇന്ന് കെ ശശിധരൻ നായർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുകയുണ്ടായി. ഇത് വൈകിയതിന്റെ ചുമതല, അതിന്റെ ഉത്തരവാദിത്തം താൻ തന്നെ ഏറ്റെടുക്കുന്നു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ നടന്നതിന് പിന്നാലെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വൈകിയ വേളയിൽ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള വാർഡ് വിഭജനം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരുന്നത്. UDF സർക്കാരിനെ വലിയ രീതിയിൽ ഇക്കാര്യം പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. തുടർന്ന് പീപ്പിൾ TVയിലൂടെ പുറത്തു വന്ന ബാർകോഡ് വിവാദവും തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി. തുടർന്നാണ് BJP SNDP കൂട്ടുകെട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗതി നിർണ്ണയിക്കുന്ന രീതിയിലുള്ള വലിയൊരു ചർച്ച തന്നെയായത്. SNDP ശ്രീനാരായണ ഗുരുദേവൻ രൂപീകരിച്ച SNDPയെ വെള്ളാപ്പള്ളി RSSന്റെയും സംഘപരിവാറിന്റെയും തൊഴുത്തിൽ കൊണ്ടുകെട്ടുന്നു എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒപ്പം UDFൽ നിന്നും ഉണ്ടായി. ഇത് വലിയൊരു ചർച്ച തന്നെയാണ് സംസ്ഥാനത്ത് ഉയർത്തിവിട്ടത്. അതേസമയം തന്നെ BJPയുമായി ബന്ധമില്ല എന്ന വാദവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തുകയുണ്ടായി. വെള്ളാപ്പള്ളിയുമായി ബന്ധമില്ല എന്ന് ആദ്യഘട്ടത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരനും പറയുകയുണ്ടായി. എന്നാൽ അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട് എന്നത് കേരള സമൂഹത്തിന് മുന്നിൽ വ്യക്തമാവുകയും ചെയ്തു. തദ്ദേശീയമായി SNDPയുമായി തെരഞ്ഞെടുപ്പ് ധാരണകൾ BJPക്ക് ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാവുന്നതും കേരളം കണ്ടു. അതേസമയം തന്നെ നേതൃത്വം കൂട്ടുകെട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നതും കേരളം കണ്ടു. ഇതെല്ലാം വലിയ വിമർശനങ്ങൾക്കും വലിയ ചർച്ചകൾക്കുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായത്. ഒപ്പം തന്നെ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട ഉത്തരേന്ത്യയിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ കേരളത്തിലും വലിയ രീതിയിൽ ചർച്ചയായി. കേരളത്തിൽ ബീഫ് നിരോധനം വന്നേക്കുമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ വന്നപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് അതുണ്ടാക്കിയത്. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്നും ബാർ കേസിൽ KM മാണിക്കെതിരെ തുടരന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിധിയുണ്ടായത്. അതുകൊണ്ട് ബാർകോഴ കേസ് വീണ്ടും വലിയ രീതിയിലുള്ള ചർച്ചകൾ ആയിരുന്നു. തുടർന്നാണ് ഇന്ന് ശാശ്വതീകാന്തയുടെ മരണത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചതോടുകൂടി ഏറ്റവും ഒടുവിൽ ശാശ്വതീകാന്തയുടെ മരണമാണ് സംസ്ഥാന വ്യാപകമായി തെരഞ്ഞെടുപ്പ് വിഷയം എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ശാശ്വതീകാന്തയുടെ മരണത്തിൽ ഇപ്പോൾ തുടരന്വേഷണം പ്രഖ്യാപിച്ചത് ബാർകോഴ കേസിൽ നിന്നും ചർച്ചകൾ വഴിമാറ്റി വിടാനാണോ എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഉയരുന്നു. എന്തായാലും പ്രാദേശിക വിഷയങ്ങളോളം തന്നെ മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിലെ വിധി നിർണ്ണയമാണ് തിങ്കളാഴ്ച നടക്കാനിരിക്കുന്നതും. ഇത്തരത്തിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ വളരെ സജീവമായി പ്രചാരണ രംഗത്ത് നിൽക്കുമ്പോൾ തന്നെ മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനാണ് ഇടുക്കി വേദിയാകുന്നത്. മൂന്നാറിലെ തൊഴിലാളി വിഷയങ്ങളടക്കം പ്രാദേശിക വിഷയങ്ങളടക്കം വലിയ തോതിൽ പ്രചാരണ രംഗത്ത് വരുമ്പോൾ മേൽക്കൈ മുന്നണികൾ പരസ്പരം അവകാശപ്പെടുമ്പോൾ തന്നെ എത്രമാത്രം സജീവമായിരുന്നു ഇടുക്കിയിലെ പ്രചാരണ രംഗം. സമീറിലേക്ക് വരുന്നതിന് മുമ്പ് ജിതിൻ ചന്ദ്രനിലേക്ക്. ജിതിൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി, അത് സമീർ പറയുമ്പോൾ തന്നെ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ അടക്കം വരുമ്പോൾ സംസ്ഥാനത്ത് മൊത്തമായി ഉരുത്തിരിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ, അതിനപ്പുറത്തേക്ക് അതത് പ്രാദേശിക വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എത്രമാത്രമായിരിക്കും സജീവമാക്കുക? മുന്നണികൾ ഏതൊക്കെ രീതിയിലായിരിക്കും ഇത് ചൂഷണം ചെയ്യുന്ന തരത്തിൽ പ്രചരണ രംഗത്ത് ഇടപെടുക? പ്രദീപ, പ്രാദേശിക അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളാവുന്ന വിഷയങ്ങളിൽ എടുക്കുമ്പോൾ അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളുടെ സമരം തന്നെയായിരുന്നു. അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും ഐതിഹാസികമായ ഒരു സമരം എന്ന് തന്നെ തോട്ടം തൊഴിലാളികളുടെ സമരത്തെ വിശേഷിപ്പിക്കണം. പെൺപിള ഒരുമ പ്രവർത്തകരും ഒപ്പം തന്നെ തോട്ടം മേഖലയിലെ ട്രേഡ് യൂണിയനുകളും മറ്റും നടത്തിയ സംഘടിതമായ സമരം അത് വലിയ കോളിളക്കം തന്നെയാണ് സൃഷ്ടിച്ചത്. അവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ഇപ്പോഴും ഒരു പരിഹാരമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തുടർച്ചയായി 5 തവണ പ്ലാന്റേഷൻ ലേബർ
കമ്മിറ്റി യോഗം ചേർന്നെങ്കിലും അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു തീരുമാനമുണ്ടായിട്ടില്ല. അവർക്ക് വാഗ്ദാനങ്ങൾ മാത്രമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. അത് പ്രാവർത്തികമാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഇടുക്കിയിൽ ഇതാണ് ഏറ്റവും വലിയ പ്രാദേശിക വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ സംസ്ഥാനത്ത് മൊത്തത്തിൽ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തോട്ടം മേഖലയിൽ സംസ്ഥാന വ്യാപകമായി തന്നെ സമരങ്ങൾ നടന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം തന്നെ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ UDF സർക്കാരിന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന രീതിയിലുള്ള, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാവുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ഇപ്പോഴും ഒരു ചോദ്യം തന്നെയായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രാദേശിക വിഷയമായി നമുക്ക് തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളും അവരുടെ തൊഴിലാളികളുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഒപ്പം ഇതിന് സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ വ്യാപകമായി മറ്റ് പ്രാദേശിക അടിസ്ഥാനങ്ങളിലും ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിലക്കയറ്റം വിലക്കയറ്റത്തിലേക്ക് വരും മുമ്പ് തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ സംസ്ഥാനത്ത് മൊത്തം അത് ചർച്ചാ വിഷയമാകുമ്പോൾ മലയോര മേഖലയിലടക്കം വ്യത്യസ്തമായ വിഭാഗങ്ങൾക്കിടയിൽ അവരവരുടേതായ പ്രശ്നങ്ങൾ, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലെ ജിതിൻ ചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ തോട്ടം മേഖലയിലെ ഐതിഹാസികമായ സമരത്തിന് വേദിയായ ജില്ലയാണ് സമീർ വഴങ്ങോട് ഇടുക്കിയിൽ നിന്നും. സമീർ, 981 വാർഡുകൾ തിങ്കളാഴ്ച വോട്ടെടുപ്പിലേക്ക് പോകുന്നുണ്ട്. തൊടുപുഴയും കട്ടപ്പനയും 2 നഗരസഭകൾ. 2010 UDFന് മേൽക്കൈ ഉണ്ട് എന്ന് ഫലങ്ങൾ വരുമ്പോൾ തന്നെ അത് ഈ 2015 പ്രവചനാതീതമാണ് എന്നാണ് വിലയിരുത്തൽ വരുന്നത്. മാറിയ സമവാക്യങ്ങൾ തന്നെയാണ് കാരണം. ഈ 981 വാർഡുകൾ, അതോടൊപ്പം തൊടുപുഴയും കട്ടപ്പനയും നഗരസഭ, ഇതൊക്കെ കേന്ദ്രീകരിച്ച് പ്രചരണം സജീവമാകുമ്പോൾ 3 മുന്നണികൾ അതിനപ്പുറത്തേക്ക് പ്രാദേശിക കൂട്ടുകെട്ടുകളും ഇവരുടെ സമവാക്യങ്ങളും അവർ ഉയർത്തിയ വിഷയങ്ങളും ഈ പരസ്യപ്രചാരണം അവസാനിച്ച് നിശബ്ദ പ്രചരണത്തിലേക്ക് വന്ന് വോട്ടെടുപ്പിലേക്ക് കടക്കുന്ന അവസാന മണിക്കൂറുകൾ ഏതു തരത്തിലാണ് ഇടുക്കി ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത്? പ്രദീപ്, വളരെ ആവേശത്തോടു കൂടെ തന്നെയാണ് അവസാന നിമിഷങ്ങളിൽ കുത്തിക്കലാശം നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ സ്ഥാനാർത്ഥികളും നേതാക്കളും പാർട്ടി പ്രവർത്തകരുമെല്ലാം തൊടുപുഴയിൽ, ലോ റേഞ്ചിലാണെങ്കിൽ തൊടുപുഴയിലാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്. ഹൈറേഞ്ചിൽ കട്ടപ്പനയിലും കേന്ദ്രീകരിച്ചിരിക്കുന്നു. വലിയ ആവേശത്തോടു കൂടെ നടത്തുന്ന ഈ പ്രചാരണ പരിപാടിയുടെ അവസാന നിമിഷങ്ങളും ഏറ്റവും നല്ല ഒരു റിസൾട്ടിനായാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിന് ഉതകുന്ന എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചുവെന്നും ഏറ്റവും ഒടുവിൽ അത് പരമാവധി ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് പരമാവധി വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളുമാണ് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ ഘടന വരികയാണെന്നുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് 16 ഡിവിഷനുകളാണുള്ളത്. ഈ 16ഉം ഇപ്പോൾ ഭരിക്കുന്നത് UDF ആണ്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ 8 സീറ്റുകളും UDF ഭരിക്കുന്നു. 2 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. ഒന്ന് തൊടുപുഴ മുനിസിപ്പാലിറ്റിയാണ്. 1988 രൂപീകൃതമായ ഈ മുനിസിപ്പാലിറ്റി 12 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്നു. എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് UDF ആണ് ഭരിക്കുന്നത്. പുതുതായി രൂപീകരിക്കപ്പെട്ട കട്ടപ്പന മുനിസിപ്പാലിറ്റിയാണ് പുതുതായി രൂപീകരിക്കപ്പെട്ടത്. ഇവിടെ ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഈ പ്രഥമ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കാൻ ഇടതുപക്ഷ മുന്നണികൾ ശക്തമായി തന്നെ രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ 53 ഗ്രാമപഞ്ചായത്തുകളായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. കട്ടപ്പന മുനിസിപ്പാലിറ്റി അതുകൂടി 52 ഗ്രാമപഞ്ചായത്തുകളായി ഒതുങ്ങി. ഈ 53 ഗ്രാമപഞ്ചായത്തുകളായിരുന്ന വേളയിൽ 43 എണ്ണവും UDFനൊപ്പമായിരുന്നു, 10 എണ്ണമായിരുന്നു LDFന് ലഭിച്ചിരുന്നത്. എന്നാൽ ഈ കണക്കുകളെല്ലാം തന്നെ പറയുമ്പോൾ കൂടി ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മാറ്റത്തിനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ദേശീയ തലത്തിലുള്ള ചർച്ചകൾ, അതായത് ബീഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും വിവാദങ്ങളും, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണ് കിട്ടിയിട്ടുള്ള ഈ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് KM മാണി കുറ്റക്കാരനാണ് എന്ന് പറയാതെ പറഞ്ഞ കോടതിയുടെ ഈ ഒരു ഉത്തരവ് നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രധാന പരിപാടികളുമായാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതിനൊക്കെ മറികടക്കാൻ കഴിയുമെന്ന് UDFും പ്രതീക്ഷിക്കുന്നു. BJP FNDP സഖ്യം വലിയ രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കുമെന്നുള്ള അവകാശവുമായി അവരും രംഗത്തുണ്ട്. ശക്തമായ പ്രചരണവുമായി കൊണ്ട് തന്നെയാണ് ഈ 3 പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്, തോട്ടം മേഖല ഏറെയുള്ള, തോട്ടം തൊഴിലാളികൾ ഏറെയുള്ള, തോട്ടം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് സമീപകാലം കണ്ട ഏറ്റവും വലിയ സമരത്തിന് വേദിയായ മൂന്നാർ ഉൾപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. ഈ മൂന്നാർ മേഖലയിലെല്ലാം തന്നെ പെമ്പിളി ഒരുമയെ സ്വന്തം നിലയ്ക്ക് അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. ദേവികുളം നിയമസഭാ മണ്ഡലത്തിൽ 33 അവരുടെ സ്ഥാനാർത്ഥികൾ സ്വന്തം നിലയിൽ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിലപാട്. നമുക്കറിയാം, വർഷങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കസ്തൂരിരംഗം റിപ്പോർട്ടും അതേ തുടർന്നുള്ള പ്രശ്നങ്ങളും. അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾക്കിടയിലായിരുന്നു ഏറ്റവും ഒടുവിൽ സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നത്. ഇതിൽ
വനഭൂമിയാണ്, പട്ടയം നൽകിയ ഭൂമിയെല്ലാം വനഭൂമിയാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു സത്യവാങ്മൂലമായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ഉയർന്ന ഒരു പശ്ചാത്തലം കൂടി ഇടുക്കി ജില്ലയ്ക്കുണ്ട്. ആ ഒരു സമീർ, ഇത്തരം വിഷയങ്ങൾ വളരെ സജീവമായി പ്രചരണ രംഗത്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ പരസ്യ പ്രചാരണം അത് അവസാനിക്കുന്നു എന്നുള്ള ആ സമയം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമയം എത്തിയിരിക്കുന്നു. 5 മണി. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ പരസ്യ പ്രചാരണം ആ മുന്നണികളൊക്കെയും കേന്ദ്രീകരിക്കുന്ന സ്ഥലം എവിടെയാണ്? അവിടെ എത്രമാത്രമാണ് ആവേശം? അത് ഒരു സ്ഥലത്ത്, അതിനപ്പുറത്തേക്ക് വാർഡുകൾ തലത്തിലൊക്കെയും എത്രമാത്രം സജീവമാണ് ഈ അവസാന മിനിറ്റിലെ പ്രചരണം? ഏതൊക്കെ നേതാക്കൾ, സ്ഥാനാർത്ഥികൾ, അതോടൊപ്പം പ്രമുഖരായ സ്ഥാനാർത്ഥികൾ, അവർക്കൊപ്പം തന്നെ പ്രവർത്തകരുടെയും കൂട്ടായ്മ, എവിടെയാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തോതിൽ പരസ്യ പ്രചാരണം അതിന്റെ അവസാന മിനിറ്റിൽ കേന്ദ്രീകരിക്കുന്നത്? പ്രതിപ 2 ഇടങ്ങളിലായാണ് ഇടുക്കി ജില്ലയിലെ കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഹൈറേഞ്ചിൽ കട്ടപ്പനയിലാണ്, മറ്റൊന്ന് ലോ റേഞ്ചിൽ തൊടുപുഴയിലും. ഈ 2 ഇടങ്ങളിലും വിവിധ പാർട്ടികളുടെ അവരുടെ സ്ഥാനാർത്ഥികളും അവരുടെ നേതാക്കളും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടെ, വലിയ രീതിയിൽ പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോട് കൂടെയുള്ള ചെണ്ടമേളയുടെയും അതോടൊപ്പം തന്നെ ഗാനമേളയുടെയും ഒപ്പം അവരുടെ പാർട്ടികളുടെ കൊടിയും തോരണങ്ങളും ഫ്ലെക്സ് അടക്കമുള്ളവയുമായാണ് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സമ്മേളിച്ചിരിക്കുന്നത് ഈ 2 കേന്ദ്രങ്ങളിലായാണ്. ഇപ്പോൾ കാലാവസ്ഥ ഒരു മഴയ്ക്കുള്ള സാധ്യത കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും 5 മണിയോടുകൂടി അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നും പ്രവർത്തകരെല്ലാം പിരിഞ്ഞു പോകാനുള്ള ശ്രമത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 മണിയോടുകൂടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിന്നും പിരിയുന്നത് എന്നുള്ള ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോഴും വിവിധ ഇടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ ഇപ്പോൾ ആഘോഷ പരിപാടികൾ, ഗാനമേള എന്ന രീതിയിലും അതോടൊപ്പം തന്നെ വിവിധ പാർട്ടി പ്രവർത്തകരുടെ നൃത്ത പരിപാടികളും എല്ലാം തന്നെ അരങ്ങേറുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു മത്സരമാണുള്ളത്. 130 സീറ്റുകളിലാണ് ഹൈറേഞ്ചിൽ അവർ മത്സരിക്കുന്നത്. ഈ 130 സീറ്റുകളിൽ മത്സരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അവർ ഉള്ളത്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് എങ്കിൽ ഇപ്പോൾ പ്രഥമ കട്ടപ്പന മുനിസിപ്പാലിറ്റി LDF-നെ സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവരുള്ളത്. ഏതായാലും ഇടത് വലത് മുന്നണികളും വലിയ രീതിയിൽ BJP-യും ഒപ്പത്തിനൊപ്പം നിന്ന ഒരു പ്രചാരണം തന്നെയാണ് അവസാന ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയുള്ള ഒരു ദിവസത്തെ കാത്തിരിപ്പ് തിങ്കളാഴ്ച വോട്ടെടുപ്പിലേക്ക് പോവുകയും ചെയ്യും. തിങ്കളാഴ്ച രാവിലെയാണ് വോട്ടെടുപ്പ്. സമീർ, അത്തരം ആവേശം ഇടുക്കിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഓരോ മുന്നണികളും അവരുടെ അവകാശവാദങ്ങളും അത് 5 മണി കഴിഞ്ഞിരിക്കുന്നു. പരസ്യ പ്രചരണം അവസാനിച്ച് കഴിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. ജനങ്ങളിലേക്ക് എത്തുക, ഓരോരുത്തരുടെയും ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഏറ്റവും നിർണായകമായ മുഹൂർത്തത്തിലേക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അടിയൊഴുക്കുകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള മണിക്കൂറുകളിലേക്ക് ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകൾ കടന്നിരിക്കുന്നു. ജിതിൻ ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും. ജിതിൻ, സമീർ ചൂണ്ടിക്കാണിക്കുന്നത് അതുതന്നെയാണ്. പരസ്യ പ്രചരണം അത് അവസാനിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമയക്രമം അനുസരിച്ച് 5 മണി പിന്നിട്ടിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകളാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. ഈ 7 ജില്ലകളെ സംബന്ധിച്ചിടത്തോളം അടിയൊഴുക്കുകൾ എത്രമാത്രം ഉണ്ടാകും? ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ 7 ജില്ലകൾ കടന്നു പോകുമ്പോൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സമീർ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയുടേതായ ചില സമവാക്യങ്ങളുണ്ട്, അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ജിതിൻ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, മൊത്തത്തിൽ സംസ്ഥാനത്ത് 7 ജില്ലകളിലും ഉയർന്നിട്ടുള്ള മറ്റു ജില്ലകളിലെ പോലെ തന്നെ ഒന്നാം ഘട്ടത്തിൽ നിലനിൽക്കുന്ന പ്രചരണ വിഷയങ്ങൾ, അതിനപ്പുറത്തേക്ക് വിലക്കയറ്റം അടക്കമുള്ളവ, അതാത് പ്രാദേശിക ഘടകങ്ങളൊക്കെയും പ്രാദേശിക വിഷയങ്ങൾ, ഇതൊക്കെ ഇനിയുള്ള മണിക്കൂറുകൾ ഏറ്റവും പ്രാധാന്യമുള്ള 24 മണിക്കൂർ അങ്ങനെ തന്നെ കണക്കാക്കിയാൽ ഏതു തരത്തിലായിരിക്കും ഈ 7 ജില്ലകളിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെയും പ്രവർത്തിക്കുക? തിങ്കളാഴ്ച വോട്ടെടുപ്പിന് ആ മണിക്കൂർ തുടങ്ങുന്നതുവരെ. പ്രദീപ്, ശബ്ദപ്രചരണം അവസാനിച്ചിരിക്കുന്നു. നിമിഷങ്ങൾക്ക് മുമ്പ് പരസ്യപ്രചരണം സംസ്ഥാനത്ത് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യപ്രചരണത്തിന് നിമിഷങ്ങൾക്ക് മുമ്പ് അവസാനമായിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. തിങ്കളാഴ്ച 7 മണിക്ക് വോട്ടെടുപ്പ് നടക്കുന്നതുവരെ അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിക്കാനും വോട്ട് മറിക്കാനും അത്തരത്തിൽ അടിയൊഴുക്കുകൾക്കുള്ള സാധ്യതകൾ മുന്നണികൾ തേടുന്ന മണിക്കൂറുകളാണ് ഇനി നടക്കാനിരിക്കുന്നത്. നമുക്കറിയാം വിവിധ വിഷയങ്ങൾ ഈ നിശബ്ദ പ്രചരണ സമയത്ത് അടിയൊഴുക്കുകൾക്ക് തന്നെ കാരണമാകുന്ന തരത്തിൽ ചർച്ചകൾ ഉണ്ടാകും. അത് മുന്നണികളും സ്ഥാനാർത്ഥികളും അതിനുവേണ്ടി മത്സരിക്കുകയും ചെയ്യും. തിരുവനന്തപുരത്ത് നിന്നും പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുന്നു. ആ അവസാന ആവേശം പങ്കുവയ്ക്കാൻ സുനിൽ അരുമാനൂർ പേരൂർക്കടയിൽ നിന്നും തിരുവനന്തപുരത്തെ. സുനിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന സമയം അവസാനിച്ചിരിക്കുന്നു.
ആ അവസാന മണിക്കൂറുകൾ എത്രമാത്രം ആവേശത്തിലായിരിക്കുന്നു? നിലവിൽ ഈ ജില്ലയിലെ കാഴ്ച എന്താണ്? പരസ്യപ്രചരണത്തിന് കേന്ദ്രീകൃതമായ സ്ഥലങ്ങൾ, അവിടെയുള്ള പ്രവർത്തകരുടെ, സ്ഥാനാർത്ഥികളുടെ, മുന്നണികളുടെ ഒക്കെ സാന്നിധ്യം എത്രമാത്രമാണ് ഇപ്പോൾ? പ്രദീപ്, അക്ഷരാർത്ഥത്തിൽ കലാശക്കൊട്ടെന്ന് പറയുന്നത് കലാശ വെടിക്കെട്ടോടു കൂടിയാണ് ഇവിടെ ഇപ്പോൾ പേരൂർക്കടയിൽ തിരുവനന്തപുരം നഗരസഭയിലെ കോർപ്പറേഷനിലെ വാർഡുകളുടെ സ്ഥാനാർത്ഥികളുടെ എല്ലാം കൂടെ ഒരു 3 മണി മുതൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച പ്രചരണ ജാഥകൾ ഇതിലേക്ക് വന്നു. അതുപോലെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ, ഓരോ സ്ഥാനാർത്ഥികളുടെയും വിജയം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങളും, അതിനുശേഷമാണ് പ്രകടനമായി തന്നെ സ്ഥാനാർത്ഥികൾ തന്നെ പ്രവർത്തകർക്കൊപ്പം മുദ്രാവാക്യങ്ങൾ വിളിച്ച് ആവേശത്തോടുകൂടി ഇവിടേക്ക് എത്തിയത്. ഈ ഒരു 3 മണി മുതൽ പിന്നെയുള്ള 5 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നഗരത്തിൽ തന്നെ എല്ലാ മേഖലകൾ കേന്ദ്രീകരിച്ചും ശക്തമായിട്ടുള്ള ഒരു ആവേശം തന്നെയാണ് എല്ലാ പ്രവർത്തകരിലും ഉണ്ടായിരുന്നത്. ഓരോ പ്രവർത്തകരും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ തന്നെയാണ് പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. അതിൽ ഒരു വെടിക്കെട്ടും അതുകൊണ്ട് തന്നെ വിവിധ വാദ്യങ്ങളുടെ അകമ്പടിയും ഒക്കെ ഓരോ സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചരണ പരിപാടിക്കായി സ്വീകരിച്ചു. അനൗൺസ്മെന്റ് വാഹനങ്ങൾ തന്നെ ഓരോ സ്ഥാനാർത്ഥിക്കും 4-5 വാഹനങ്ങൾ ഓരോ മേഖലയിൽ നിന്ന് പ്രചരണ പരിപാടിയുടെ ഭാഗമായി എത്തിയിരുന്നു. ഗജവീരനെ അണിനിരത്തിക്കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലകളിൽ, കൊല്ലം, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള വിവരമനുസരിച്ചും ആവേശകരമായ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ട് നടന്നത്. ചെറിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളലുമൊക്കെ, ഒരു സംഘർഷ സാധ്യതയിലേക്ക് പോകാനുള്ള സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പോലീസ് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചതുകൊണ്ട് സമാധാനപരമായിട്ടുള്ള ഒരു കലാശക്കൊട്ടിന് തന്നെയാണ് പേരൂർക്കട വേദിയായത്. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിന്റെയും അടിയൊഴുക്കുകളുടെയും തന്ത്രങ്ങൾ മെനയുന്നതിന്റെയും വോട്ടുകൾ കൃത്യമായി ഉറപ്പിക്കുന്നതിൻ്റെയും ഒക്കെ മണിക്കൂറുകളാണ്. അതിനുവേണ്ടി തന്നെ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികളും പാർട്ടി നേതൃത്വവും അതിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളുമായി അവർ മുന്നോട്ട് പോകും. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമായിട്ടുള്ള മണിക്കൂർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക, അതിലൂടെ വിജയം ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റാനുള്ള ഇനിയുള്ള മണിക്കൂറുകളിൽ ഉറക്കമില്ലാത്ത പ്രവർത്തനവുമായി തന്നെ അവർ മുന്നോട്ട് പോകും. യെസ് സുനിൽ, ഒരുപക്ഷെ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ഇനിയുള്ള നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. അത് എത്രമാത്രം ആവേശമായിരിക്കും? സുനിൽ തന്നെ സൂചിപ്പിക്കുന്നതനുസരിച്ച് അടിയൊഴുക്കുകളും തന്ത്രങ്ങളും മെനയുന്ന അവസാന മണിക്കൂറുകളാണ്. നിശബ്ദ പ്രചരണം അത് തുടങ്ങുമ്പോൾ തന്നെ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ആ നിമിഷങ്ങളിലെ ആവേശം, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നിശബ്ദ പ്രചരണം എത്രമാത്രം വളരെ ശക്തമായിരിക്കുമെന്നുള്ളത്. തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ, അതോടൊപ്പം നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ, വർക്കല നഗരസഭകൾ, ഇവിടെയൊക്കെ ഉള്ള കേന്ദ്രീകൃത സ്വഭാവം പരസ്യപ്രചരണം അവസാനിക്കുന്ന സമയത്ത് ദൃശ്യമായിരുന്നു. അത് എത്രമാത്രം ആവേശമായിരുന്നുവെങ്കിൽ ആ ആവേശം നിശബ്ദ പ്രചരണ മണിക്കൂറുകളിൽ എത്രമാത്രമായിരിക്കും ശക്തമാവുക? സുനിൽ, തീർച്ചയായും. കാരണം പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എല്ലാ വർഷവും തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കലാശക്കൊട്ടിന് വേദിയാകുന്നത് പേരൂർക്കട ജംഗ്ഷൻ തന്നെയാണ്. ഇവിടെ ഓരോ സ്ഥാനാർത്ഥികൾ, അതിനപ്പുറത്ത് വന്ന ഈ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നവരൊക്കെ ആവേശം അതിൻ്റെ പാരമ്യതയിൽ എത്തിക്കാൻ വേണ്ടി വലിയൊരു സന്നാഹവുമായി തന്നെയാണ് ഇവിടെ എത്തിയിരുന്നത്. കാരണം നമ്മൾ തൃശ്ശൂർ പൂരത്തിനകത്ത് 2 വിഭാഗങ്ങൾ തമ്മിലുള്ള കുടമാറ്റവും വെടിക്കെട്ടും അതുപോലെ തന്നെ ആനച്ചമയം ഒക്കെ കാണുന്നത് പോലെ തന്നെ 2 വിഭാഗവും വ്യത്യസ്തമാർന്ന രീതിയിൽ തന്നെയാണ് അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണവുമായി എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ കോർപ്പറേഷൻ്റെ കാര്യം പറയുമ്പോൾ നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ, വർക്കല തുടങ്ങിയ നഗരസഭയുടെ കാര്യത്തിലും അത്തരം പ്രവർത്തകർ എല്ലാവരും അവരുടെ ശ്രദ്ധ ഇതിലേക്ക് കേന്ദ്രീകരിച്ചു. ഇനിയുള്ള മണിക്കൂറുകളിലേക്ക് അവർ പോകുമ്പോൾ ഇത്രയും ഒരു ആവേശം, ഈ ആവേശത്ത് ഇതൊരു പരസ്യമായിട്ടുള്ള ഒരു ശക്തി പ്രകടനം അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ഒരു പ്രകടനമായി മാറുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ വരുന്നത് ആ വോട്ട് കൃത്യമായി ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ എല്ലാ ആളുകളും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി, അവർ വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി അവർ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകൾ അവർ അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൃത്യമായി ഉറപ്പിക്കുക എന്നുള്ളത് തന്നെ ലക്ഷ്യമാക്കിയാണ് ഇനി മുന്നോട്ട് പോകുന്നത്. അത് ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾക്കാണ് പ്രാധാന്യം. രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം
എന്നതിനപ്പുറം വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങൾ, ആ സൗഹൃദങ്ങൾ നിലനിർത്തിക്കൊണ്ട് അവർ വോട്ടുറപ്പിച്ചെങ്കിൽ മാത്രമേ കൃത്യമായ ആ സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിക്ക് വിജയം ഉറപ്പിക്കാനാകൂ. അതിൻ്റെ ഒരു തന്ത്രങ്ങൾ തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ. അത് കൃത്യമായി നിർവഹിക്കുന്നവർ ആരാണോ അവർ തന്നെ കൃത്യമായി അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ മുമ്പ് ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പറയേണ്ടി വരിക. യെസ്, ഇത്തരത്തിൽ വളരെ ആവേശകരമായ രീതിയിൽ പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോൾ തന്നെ ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സുരക്ഷ സംബന്ധിച്ചും അതോടൊപ്പം ഏതു തരത്തിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന മാനദണ്ഡം വളരെ കർശനമായി പുറപ്പെടുവിക്കുമ്പോൾ കണ്ണൂർ ഏറ്റവും പ്രാധാന്യമുള്ള ജില്ലയായാണ് ഈ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത്. അതിശക്തമായ സുരക്ഷ 4 കമ്പനി കർണാടക പോലീസിനെ ഒന്നാം ഘട്ടത്തിൽ പ്രശ്നബാധിത ബൂത്തുകളിലടക്കം ഉപയോഗിക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമ്പോൾ കണ്ണൂരിൽ നിന്ന് അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പരസ്യപ്രചരണം അവസാനിക്കുന്ന മണിക്കൂറുകളിൽ കണ്ണൂർ മാടായി മുട്ടത്ത് LDF പ്രവർത്തകന് കുത്തേറ്റിരിക്കുന്നു. ജോഷ്ല പി വി ജോഷ്ല കണ്ണൂരിൽ നിന്നും. ജോഷ്ല, ഏതു തരത്തിലാണ് ഇപ്പോൾ ഉണ്ടാകുന്ന റിപ്പോർട്ട് ഈ അക്രമവുമായി ബന്ധപ്പെട്ട്? പ്രദീപ്, കണ്ണൂരിൽ നിന്നും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി എന്ന് പറയാൻ ആവില്ല. കാരണം ഇത് മാടായി മുട്ടത്താണ് സംഭവിച്ചിരിക്കുന്നത്. LDF പ്രവർത്തകനെ കുത്തേറ്റിരിക്കുകയാണ്. പ്രകടനം ഇന്ന് അവസാനം കൊട്ടിക്കലാശത്തിന്റെ സമയമാവുന്നതോടുകൂടി പ്രകടനം നയിച്ചുകൊണ്ടിരിക്കുകയാണ് കുത്തേറ്റത്. പുതിയങ്ങാടി മാട്ടൂൽ ഭാഗത്തു നിന്നും ലീഗ് സ്ഥാനാർത്ഥികളെ ആനയിച്ചു വന്ന പ്രകടനത്തിൽ പങ്കെടുത്തവരാണ്. ഇത് ആയുധമേന്തിക്കൊണ്ടുള്ള പ്രകടനമായിരുന്നു എന്നാണ് കണ്ടുനിന്നവർ പറയുന്നത്. അവർ നേരെ LDF പ്രകടനത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ഇസ്മയിൽ എന്നയാൾക്ക് ആക്രമണത്തിനിടെ കുത്തേൽക്കുകയായിരുന്നു. ഇവരെ ഇസ്മയിലിനെ ഇപ്പോൾ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ലീഗ് സ്ഥാനാർത്ഥികളെ ആനയിച്ചു വന്ന പ്രകടനമായിരുന്നു. ആയുധമേന്തിയ പ്രകടനത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നിരിക്കുന്നത്. യെസ്, കണ്ണൂർ മാടായി മുട്ടത്ത് LDF പ്രവർത്തകന് കുത്തേറ്റിരിക്കുന്നു. PV ജോഷ്ല കണ്ണൂരിൽ നിന്നും. ജിതിൻ, ജോഷ്ല റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പരസ്യപ്രചരണം അവസാനിക്കുന്നു, നിശബ്ദ പ്രചരണം. വോട്ടെടുപ്പ് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിരീക്ഷണവും നിർദ്ദേശങ്ങളുമുണ്ട്. ഇപ്പോൾ നിലവിൽ കണ്ണൂരടക്കം ഏതു തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങളെ കാണുന്നത്, അതോടൊപ്പം തന്നെ സുരക്ഷ ഒരുക്കുന്നത്? PV ജോഷ്ല റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ കണ്ണൂരിന്റെ പ്രാധാന്യം എത്രമാത്രമാണ്? അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്ന സുരക്ഷ അടക്കം ഏതു കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ? പ്രദീപ്, നമുക്കറിയാം കാലാകാലങ്ങളായി രാഷ്ട്രീയപരമായി സംസ്ഥാനത്തെ ഏറ്റവും കലുഷിതമായ ജില്ല തന്നെയാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അതീവ സുരക്ഷയൊരുക്കുന്ന ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ് എല്ലാ കാലങ്ങളിലും രാഷ്ട്രീയമായിട്ടുള്ള കൊലപാതകങ്ങളും സംഘടനകളും തുടങ്ങിയ കാര്യങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ചും റിപ്പോർട്ട് ചെയ്യപ്പെടാറും. അതുകൊണ്ട് തന്നെ ഇത്തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കണ്ണൂരിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ അതീവ പ്രശ്നബാധിത ബൂത്തുകളുള്ളത് കണ്ണൂരിൽ തന്നെയാണ്. 643 അതീവ പ്രശ്നബാധിത ബൂത്തുകളാണ് കണ്ണൂരിലുള്ളത്. മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വലിയൊരു സംഖ്യയാണിത്. 643 അതീവ പ്രശ്നബാധിത ബൂത്തുകൾ കണ്ണൂരിലുണ്ട്. ഇവിടെ 408 ഇടങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്കാസ്റ്റിംഗിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതീവ സുരക്ഷ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നും കണ്ണൂരിലെ പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാവും. ഒപ്പം തന്നെ സംസ്ഥാനത്തേക്ക് വിന്യസിച്ച 4 കമ്പനി കർണാടക പോലീസിൽ ഏറിയ പങ്കും കണ്ണൂരിൽ തന്നെയാകും വിന്യസിക്കപ്പെടുക എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മാടായി മുട്ടത്തെ LDF പ്രവർത്തകന് കുത്തേറ്റ സംഭവം കൂടെ ഉണ്ടാകുമ്പോൾ കണ്ണൂരിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കൂടുതൽ സജ്ജമായ സുരക്ഷ തന്നെയായിരിക്കും കണ്ണൂരിൽ ഒരുക്കുക. നേരത്തെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരവും ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചും കണ്ണൂരിൽ നിലവിൽ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഒരു സംഘടന ആ രീതിയിലുള്ളൊരു അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനാൽ കണ്ണൂരിലെ സുരക്ഷ വീണ്ടും കൂടുതൽ ശക്തമാക്കുമെന്ന് എന്നത് വളരെ വ്യക്തമാണ്. എന്തായാലും അതീവ പ്രശ്നബാധിത ബൂത്തുകൾ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരിൽ തന്നെയാണ്. കണ്ണൂരിൽ നിന്നും ഇനിയും അക്രമ സംഭവങ്ങളും മറ്റു സംഘടനകളും ഉണ്ടായേക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന പോലീസും പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ നിലവിലുള്ള സുരക്ഷ കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യത എന്തായാലും വ്യക്തമായിരിക്കുകയാണ്. ഇനി നമുക്കറിയാം ശബ്ദപ്രചരണം 5 മണിയോടുകൂടി അവസാനിച്ചിരിക്കുന്നു. കണ്ണൂരിൽ പലയിടങ്ങളിലും നേരത്തെ തന്നെ പരസ്യപ്രചരണം അവസാനിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന പോലീസും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ശബ്ദപ്രചരണം
അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്, വോട്ടുറപ്പിക്കലിന്റെയും അടിയൊഴുക്കുകളുടെയും മണിക്കൂറുകളാണ്. ഈ സമയങ്ങളിലും കണ്ണൂരിൽ നിന്നും ഇത്തരത്തിലുള്ള സംഘടനകളും ആക്രമണങ്ങളും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഈ വേളയിലെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം തിങ്കളാഴ്ച 5 മണിക്ക് പോളിംഗ് ആരംഭിച്ച് 7 മണിക്ക് അവസാനിക്കുന്നതുവരെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ സംസ്ഥാന വ്യാപകമായി 7 ജില്ലകളിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ഒരുക്കിയിരിക്കുന്നതിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് കണ്ണൂരിൽ സംസ്ഥാന പോലീസും കർണാടക പോലീസിന്റെ 4 കമ്പനി സേനയെയും ഉപയോഗിച്ച് നടത്തിയിരിക്കുന്നത്. എങ്കിലും അവിടെ നിന്നും അക്രമ സംഭവങ്ങളും മറ്റും ഉണ്ടായേക്കുമോ എന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന പോലീസും അക്കാര്യത്തിലും അതും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതും എന്തായാലും ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന എല്ലാ ജില്ലകളിലും അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂരിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ 7 ജില്ലകളിൽ അതീവ സുരക്ഷ പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലയാണ് കണ്ണൂർ. അവിടെ മാടായി മുട്ടത്ത് LDF പ്രവർത്തകന് കുത്തേറ്റിരിക്കുന്നുവെന്ന റിപ്പോർട്ട് വരുന്നു. മലബാറിൽ കണ്ണൂരിനൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ജില്ലകളിൽ ഒന്നാണ് കാസർഗോഡും. കാസർഗോഡ് നിന്നും സണ്ണി ജോസഫ്. സണ്ണി, പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. പരസ്യപ്രചരണത്തിന്റെ സ്വഭാവം കാസർഗോഡിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? എത്രമാത്രം സമാധാനപരമായിരുന്നു? അതോടൊപ്പം മുന്നണികളും സ്ഥാനാർത്ഥികളുമൊക്കെയും നൽകിയ ആവേശം അത് എത്രമാത്രമായിരുന്നു? പ്രദീപ്, കാസർഗോഡ് ജില്ലയിലെ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെയാണ് പൊതുവെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത്. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തില്ല. കൊട്ടിക്കലാശവും സമാധാനപരമായിരുന്നു. കാസർഗോഡ് നഗരങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നില്ല, പ്രധാനമായും വാർഡുകൾ, ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തവണ നമ്മൾ സാധാരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നടന്ന ഒരു രീതിയിലുള്ള കൊട്ടിക്കലാശമായിരുന്നില്ല. വാർഡുകളിലും അതുപോലെ പ്രധാനപ്പെട്ട ടൗൺ കേന്ദ്രീകരിച്ചായിരുന്നു. കാഞ്ഞങ്ങാട്, കാസർഗോഡ് നഗരങ്ങളിൽ അങ്ങനെ കാര്യമായ രീതിയിലുള്ള കൊട്ടിക്കലാശ പരിപാടികൾ അരങ്ങേറിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകം പോലീസ് ജാഗ്രത പാലിച്ചുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പ്രദീപ്, ഈ പ്രചാരണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ കേരളത്തിലെ പൊതു ട്രെൻഡിന്റെ ഭാഗം തന്നെയാണ് കാസർഗോഡ്. പക്ഷേ സാധാരണഗതിയിൽ BJPക്ക് കുറച്ചും കൂടെ മേൽക്കൈ വടക്കൻ മേഖലയിൽ, കാസർഗോഡിന്റെ വടക്കൻ മേഖലയിലുണ്ട്. അതുപോലെ മുസ്ലിം ലീഗിനും ഇടതുപക്ഷ താരതമ്യേന ദുർബലമായിട്ടുള്ള വടക്കൻ മേഖലയിലും ഇത്തവണ ഒരു മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താൻ LDF കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് LDFന്റെ ഭാഗത്തുനിന്ന് നേതൃത്വം നൽകുന്ന വിവരങ്ങൾ. ജില്ലാ പഞ്ചായത്ത് LDF നിലനിർത്തുന്നതിനോടൊപ്പം കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളും ഒരു നഗരസഭ കൂടി, കാഞ്ഞങ്ങാട് നഗരസഭ കൂടി LDF നേടും എന്ന നിലയിലുള്ള അവകാശവാദം LDF നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ട്. എന്നാൽ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്ന നിലയിലാണ് UDFന്റെ അവകാശവാദം. അവരും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ നില മെച്ചപ്പെടുത്തുമെന്നും നിലവിലുള്ള നഗരസഭകൾ അതേപടി നിലനിർത്തുമെന്നും എന്നും അവകാശപ്പെടുന്നുണ്ട്. നിലവിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും നീലേശ്വരം നഗരസഭയും അതുപോലെ 15 ഗ്രാമപഞ്ചായത്തുകളും 3 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് LDFനുള്ളത്. BJPക്ക് 3 ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഡിവിഷനുള്ള നേട്ടമാണുള്ളത്. എന്നാൽ 3 പേരും BJP കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് അവകാശപ്പെടുമ്പോൾ അവരുടെ ജില്ലാ ജനറൽ സെക്രട്ടറി മത്സരിക്കുന്ന ജില്ലാ ഡിവിഷനിൽ കടുത്ത മത്സരം നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇരു മുന്നണികളും BJP നില മെച്ചപ്പെടുത്തില്ല എന്ന നിലയിലുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ BJP തിരിച്ചും അവകാശവാദം ഉന്നയിക്കുന്നു. പൊതുവെ എൻഡോസൾഫാൻ മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാസർഗോഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വന്നിരുന്നു. ഇതോടൊപ്പം വികസന പ്രശ്നങ്ങൾ, ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ചർച്ചാ വിഷയമായി. എല്ലാ ഒരുക്കങ്ങളും ജില്ലാ ഭരണകൂടവും ഇലക്ഷൻ കമ്മീഷനും ഇവിടെ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 300ഓളം പ്രശ്നബാധിത ബൂത്തുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 50ഓളം ബൂത്തുകളിലാണ് കൂടുതൽ പ്രശ്നബാധിതമായിട്ടുള്ളത്. അവിടെ ഒന്നിലേറെ പോലീസുകാർ, ചില ബൂത്തുകളിൽ 4 പേര് പോലീസുകാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 ബൂത്തുകളിൽ പെട്ടെന്ന് പോലീസിന് എത്തിപ്പെടാൻ കഴിയാത്തതിനാൽ അവിടെ പ്രത്യേക പോലീസ് സേനയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഈ നിലയിൽ പൊതുവെ നല്ല നിലയിലുള്ള ക്രമീകരണമാണ് ജില്ലാ ഭരണകൂടം. സുരക്ഷ ഒരുക്കുമ്പോൾ തന്നെ സണ്ണി, ഇനിയുള്ള മണിക്കൂറുകൾ ഏറ്റവും പ്രാധാന്യമാണ്. ഒരുപക്ഷെ 2010 തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടത് വലതു മുന്നണികൾ ഇഞ്ചോടിഞ്ച് മത്സരിക്കുകയും റിസൾട്ടും ഒരുപക്ഷെ അത്തരത്തിൽ തന്നെയായിരുന്നു. നീലേശ്വരവും കാഞ്ഞങ്ങാടും കാസർഗോഡ് നഗരസഭകൾ, അവിടെ BJP SNDP കൂട്ടുകെട്ട് ഏറ്റവും കൂടുതൽ ഫലം ചെയ്യും എന്ന് BJPയും അതോടൊപ്പം ചില കോണുകളിലെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരും അത്രയും പറയുന്നുണ്ട്. അത് വോട്ട് വിജയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇടത് വലത് സമവാക്യങ്ങളിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് BJPയോട് അടുത്ത് നിൽക്കുന്ന കേന്ദ്രങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നു. മറ്റ് ജില്ലകളിലെ പ്രചരണത്തിനും ഇത് ഉപയോഗിക്കുകയുമുണ്ട്. നീലേശ്വരത്തെയും കാഞ്ഞങ്ങാടെയും കാസർഗോഡ് നഗരസഭകളുടെ അവസ്ഥ എന്താണ്? അവിടെ ഈ പറയുന്ന അവകാശവാദം 2010 ഇഞ്ചോടിഞ്ച് മത്സരം നടന്നു, റിസൾട്ടും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇരു മുന്നണികൾക്കും എത്രമാത്രം നേട്ടമുണ്ടാക്കാൻ കഴിയും ഈ 2015-ൽ?
സ്വതന്ത്രമായി ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ SNDP ഘടകം കാസർഗോഡ് ജില്ലയിൽ യാതൊരു തരത്തിലുള്ള സ്വാധീനവും ഉൾപ്പെടുത്താൻ പോകുന്നില്ല. 2-3 മേഖലയിൽ മാത്രമാണ് SNDPക്ക് യൂണിയനുള്ള. ആ യൂണിയൻ തന്നെ BJPയുമായിട്ടോ അല്ലെങ്കിൽ SNDP ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്നതല്ല. തൃക്കരിപ്പൂർ യൂണിയനും അതുപോലെ വെള്ളരിക്കുണ്ട് യൂണിയൻ, ഇവിടെയെല്ലാം എല്ലാ പാർട്ടികളിലും പെട്ട SNDPയുടെ അംഗങ്ങളാണ് ഉള്ളത്. അവർ അതാത് രാഷ്ട്രീയ പാർട്ടിയിലാണ് മത്സരിക്കുന്നത്. SNDP എന്ന നിലയിൽ മത്സരിക്കുന്നത് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഒരേ ഒരു ഗ്രാമപഞ്ചായത്തിലാണ് SNDP സ്വന്തം ബാനറിൽ മത്സരിക്കുന്നത്. അവിടെ BJPയുടെ സഹായം അവർ സ്വീകരിക്കുന്നതായാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കാസർഗോഡ് നഗരത്തിലോ ഏതെങ്കിലും നഗരസഭയിലോ SNDPയുമായിട്ട് BJP പരസ്യ സഖ്യത്തിലോ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളോ നിലവിൽ വന്നിട്ടില്ല. SNDPയുടെ പ്രവർത്തകരെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരാണ്. ആ നിലയിൽ അവർ അതാത് രാഷ്ട്രീയ പാർട്ടികളിലാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളതും പ്രവർത്തിക്കുന്നതും. SNDP ബാനറിൽ ആകെ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാണ് മത്സരിക്കുന്നത്. പ്രദീപ്, ഇത്തരം കൂട്ടുകെട്ടുകൾ ഏതൊക്കെ തരത്തിലാകും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക? ഒരുപക്ഷെ ആ കൂട്ടുകെട്ടുകളൊക്കെ ഏതു തരത്തിൽ വോട്ടർമാരിലേക്ക് എത്താനുള്ള പ്രചരണം, പരസ്യ പ്രചാരണത്തിൽ എന്ന പോലെ തന്നെ വരും മണിക്കൂറുകളിലെ നിശബ്ദ പ്രചരണവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുക? കൊല്ലത്ത് നിന്നും രാജ്കുമാർ ചേരുന്നു. കൊല്ലം എഴുകോണിൽ പോലീസിന് നേരെ BJP പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു. രാജ്കുമാർ കൊല്ലത്ത് നിന്നും. രാജ്കുമാർ, ഏതു തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നും മറ്റും ഉയരുന്ന പരാതി? പ്രദീപ്, ഇന്ന് 5 മണിക്ക് നമുക്കറിയാവുന്നതുപോലെ 5 മണിക്കാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാതൃകാപരമായി തന്നെ ഇടത് മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഇത് അവസാനിപ്പിച്ചിരുന്നു. അതേസമയം എഴുകോൺ ജംഗ്ഷനോട് ചേർന്ന് BJP പ്രവർത്തകർ വീണ്ടും ഇതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രകടനമായി മുന്നോട്ട് പോയത് ഈ 2 മുന്നണികളും പരാതി അറിയിച്ചു. ഇതിനെ തുടർന്ന് പോലീസ് എത്തി ഇവരെ തടയുകയായിരുന്നു. പോലീസിന്റെ നിർദ്ദേശം പോലും പാലിക്കാതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പാലിക്കാതെ മുന്നോട്ട് പോയപ്പോൾ പോലീസ് വീണ്ടും ശക്തമായി ഇടപെട്ടു. ഇതിനെ തുടർന്നാണ് പോലീസുകാർക്ക് നേരെ BJP പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത്. CI ഉൾപ്പെടെയുള്ളവർക്ക് കയ്യേറ്റത്തിൽ പരിക്കേറ്റു. തിരികെ പിന്നെ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. തുടർന്ന് ഇവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. സ്ഥലത്ത് ഇപ്പോഴും സംഘർഷം നിൽക്കുന്ന ഒരവസ്ഥയാണ്. BJP പ്രവർത്തകരെ ഇപ്പോൾ പിരിഞ്ഞു പോയെങ്കിലും അവർ മാറി വീണ്ടും ഇത് സംഘടിതമായി വന്ന് പ്രകടനമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനുള്ള ഒരു നീക്കം കൂടി ഇപ്പോൾ ഉണ്ട്. സ്ഥലത്ത് കൂടുതൽ പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ്. അതോടൊപ്പം പരസ്യപ്രചാരണം അവസാനിച്ചപ്പോൾ എത്രമാത്രം ആവേശമായിരുന്നു കൊല്ലത്ത് കാണാനായത്? ഇപ്പോൾ നിശബ്ദ പ്രചരണത്തിന്റെ നിമിഷങ്ങൾ, അത് ഏതു തരത്തിലാകും മുന്നണികൾ ഉപയോഗിക്കുക? പ്രദീപ്, ഇതിൽ ഏറ്റവും കൗതുകകരമായ ചില വസ്തുതകൾ കൂടിയുണ്ട്. നാളെ മുതൽ നടക്കുന്നതെല്ലാം ചില വീടുകളിൽ സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ടർമാരെ സമീപിച്ച് വിളക്കിലടിച്ച് സത്യം ചെയ്യിപ്പിക്കുക, ബൈബിളിലടിച്ച് സത്യം ചെയ്യിപ്പിക്കുക, ഖുറാനിലടിച്ച് സത്യം ചെയ്യിപ്പിക്കുക തുടങ്ങിയ പല രീതിയിലുള്ള കാര്യങ്ങളാണ് അവലംബിക്കുന്നത്. നിശബ്ദ പ്രചരണം ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും മുഴുവനും പ്രകടനങ്ങളും ഒന്നുമില്ലാതെ തന്നെ പരമാവധി വോട്ടർമാരെ നാളെ കാണുന്നതിനൊക്കെ ഒരു ശ്രമം വീണ്ടും നടത്തും. ഒരു നെക്ക് ഫൈറ്റ് എന്ന് തന്നെ പറയാം. കൊല്ലത്ത് അത്രമാത്രം കടുകട്ടി പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇരു മുന്നണികളും കാഴ്ചവെച്ചത്. BJP സാമാന്യം ഭേദമില്ലാത്ത പ്രകടനം ഇതിനകത്ത് കാഴ്ചവെച്ചെങ്കിൽ പോലും BJPയുടെ പ്രകടനം വളരെ പുറകിലായിരുന്നു. ഇന്ന് കൊല്ലം നഗരം കേന്ദ്രീകരിച്ച് UDFന്റെയും BJPയുടെയും ഇടതു ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകർ സജീവമായ പ്രചരണങ്ങളാണ് ഏർപ്പെട്ടത്. അതോടൊപ്പം 2010 ഫലം നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ ഡിവിഷനുകളിൽ തുല്യ പ്രാധാന്യമായിരുന്നു LDFനും UDFനും. അതിനുശേഷം ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ മേൽക്കൈ ഉണ്ടാകുമെന്ന് UDF അവകാശപ്പെടുമ്പോൾ തന്നെ അതൊന്നും ബാധിക്കില്ല എന്നാണ് LDFന്റെ നിലപാടും. ഇതൊക്കെയും ഈ വരുന്ന മണിക്കൂറുകളിൽ ഏതൊക്കെ തരത്തിൽ നിശബ്ദ പ്രചരണ രംഗത്ത് സജീവമായി ഉയർത്തപ്പെടും? ഇതൊക്കെ പല കോണുകളിൽ ഉയർത്തുന്ന ഇത്തരം ആശങ്കകൾ മുന്നണികൾ ഏതു രീതിയിലാണ് കാണുന്നതും അതിനെ അതിജീവിക്കാൻ ഉയർത്തുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഇത് പ്രധാനമായും ഇടതുമുന്നണി അവകാശപ്പെടുന്നത് RSP വിട്ടുപോയെങ്കിലും അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല. അത്ര ശക്തമായ സ്ഥാനാർത്ഥികളെയാണ് ഇടതുമുന്നണി മത്സരരംഗത്ത് നിർത്തിയിട്ടുള്ളത്. ഇതിൽ RSP വിട്ടുപോയപ്പോൾ സിറ്റിംഗ് സീറ്റ് അവർക്ക് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം കോർപ്പറേഷനിൽ 11 RSP മത്സരിക്കുന്നത്. ഇവിടെയെല്ലാം CPMന്റെ സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് സജീവമായി തന്നെയുണ്ട്. അങ്ങനെ ഒരു ആശങ്ക LDF പങ്കുവെക്കുന്നില്ല. അതേസമയം UDF ക്യാമ്പിൽ റിബലുകളാണ് പ്രധാനമായും അവർക്ക് ഒരു ഭീഷണി സൃഷ്ടിക്കുന്നത്. കോൺഗ്രസ് ഇതിൽ സ്ഥാനാർത്ഥികൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കാണ് റിബലുകൾ വലിയ ഭീഷണി സൃഷ്ടിക്കുന്നത്. കൂടാതെ UDFിലെ അനൈക്യവും പ്രധാന പ്രശ്നമാണ്. കറവെറ്റിയായിട്ടുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, അതുപോലെ തന്നെ ജില്ലയിൽ ലീഗ്
ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസുമായി മുഖാമുഖം ഏറ്റുമുട്ടുന്നുണ്ട്. കൊട്ടാരക്കര നെടുവത്തൂർ പഞ്ചായത്തിലാകട്ടെ കോൺഗ്രസും RSPയും എതിരെ ഇതിൽ പ്രചരണത്തിൽ ഏർപ്പെടുകയും പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്ന കൗതുകകരമായ കാഴ്ചയും നമുക്ക് അവിടെ കാണാം.